തിരുവെഴുത്തുകളുടെ വിശകലനം ഭാഗം 6. ജാതികൾക്കെന്ത് ക്രിസ്തു. ഈ ഭാഗത്തിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: ജാതികൾക്കെന്ത് ക്രിസ്തു. ഇസ്രയേലിയരുടെ ചരിത്രത്തിൽ ഭൂരിഭാഗവും അവർ വിദേശ രാജ്യങ്ങളുടെ അടിമത്വത്തിൽ ആയിരുന്നു. യേശുവിൻ്റെ കാലത്ത് ഇസ്രയേൽ റോമ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തങ്ങളുടെ പാരമ്പര്യത്തെപ്പറ്റി അത്യന്തം അഭിമാനിച്ചിരുന്ന യഹൂദജനം പലപ്പോഴും അന്യരാജ്യങ്ങളിലും സ്വദേശത്തും വിദേശ ശക്തികളുടെ അടിമത്തത്തിന് കീഴിലായിരുന്നു. ദാവീദ് രാജാവിൻ്റെ 40 വർഷത്തെ ഭരണകാലത്തൊഴികെ ഒരിക്കൽ പോലും അവരുടെ ഗോത്രങ്ങളെല്ലാം, ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് ഒരു രാജാവിൻ്റെ കീഴിൽ ഭരണം നടത്തിയിരുന്നില്ല. ആ ദാവീദിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തിരുന്നതായാണ് അവർ വിശ്വസിക്കുന്നത്. ആ ദാവീദ് രാജാവിലാണ് അവരുടെ അഭിമാനം. ദാവീദിനെ പോലെ ഇസ്രയേലിൻ്റെ രാജാവായി ദൈവം ഒരാളെ അഭിഷേകം ചെയ്ത് അയക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ രാജാവാണ് ഇസ്രയേലിനെ ഭരിക്കാനായി, അഥവാ ഇസ്രയേലിൻ്റെ രാജാവായി ദൈവം അഭിഷേകം ചെയ്ത് അയക്കുന്ന ആളാണ് ക്രിസ്തു അഥവാ മിശിഹ. ദാവീദിനെ പോലെ ഒരാളെ ദൈവം രാജാവ് അഭിഷേകം ചെയ്ത് അയക്കുമെന്ന് അവരുടെ പഴയ നിയമ പ്രവാചകന്മാർ പലരും പ്രവചിച്ചിട്ടുണ്ട്. ആ അഭിഷക്തനായ ഇസ്രയേലിൻ്റെ രാജാവായ ക്രിസ്തു അഥവാ മിശിഹായെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പല പ്രവചനങ്ങളും ഈ ക്രിസ്തുവിനെ പറ്റി, ഈ യഹൂദന്മാരുടെ രാജാവിനെ പറ്റി, ഈ ഇസ്രയേലിൻ്റെ രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ക്രിസ്തു ഇസ്രയേലിയരുടെ രാജാവാണെന്നും അവർക്ക് വേണ്ടി ഇസ്രയേൽ രാജ്യം സ്ഥാപിക്കാനാണ് വന്നതെന്നും ഇനി ഉദ്ധരിക്കുന്ന പുതിയ നിയമ വേദവാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ലൂക്കോസ് 1:30 മുതൽ 33 വരെ ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന്, ഇസ്രയേൽ ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല എന്ന് പറഞ്ഞു. 32-ാം വാക്യത്തിൽ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദ് 40 വർഷം ഇസ്രായേലിൻ്റെ രാജാവായിരുന്നിരുന്നെങ്കിലും എല്ലാ ബലഹീനതകളും കുറവുകളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്നാൽ ഇന്ന് നെതന്യാഹു ഇസ്രായേലിനെ ഭരിക്കുന്നത് പോലെ ആണത്. ഒരു മനുഷ്യനായ രാജാവാണ് ആയിരുന്നു ദാവീദ്. അപ്പോൾ ആ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഒരു മനുഷ്യനിരിക്കുന്ന പോലെയാണ്, പക്ഷേ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കും എന്നേ ഗബ്രിയേൽ ദൂതൻ ഉദ്ദേശിച്ചുള്ളൂ, ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചുള്ളൂ. 33-ാം വാക്യത്തിൽ അവൻ ദാവീദ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്ന് പറഞ്ഞതിൽ നിന്നും അവൻ ഇസ്രയേലിയർക്ക് എന്നും രാജാവായിരിക്കുമെന്ന് വ്യക്തം. ഇനി നമുക്ക് മറ്റൊരു വാക്യം നോക്കാം. മത്തായി 2:1-2. ഹേരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും വിരമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. ഈ ക്രിസ്തുവാണ് യഹൂദന്മാരുടെ രാജാവ്. വിദ്വാൻമാർ ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ റോമ ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹെരോദ രാജാവ്, അയാൾ റോമാക്കാരനാണ്, യഹൂദനല്ല. പക്ഷെ അദ്ദേഹവും കേട്ടിരുന്നു, ഈ രാജാവും കേട്ടിരുന്നു, ഹെരോദാവും കേട്ടിരുന്നു, ഈ ഇസ്രയേലിയർക്ക് ഭരിക്കാൻ ക്രിസ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്തു എന്ന് അവർ പരാമർശിക്കുന്ന ഒരു രാജാവ് വരുമെന്ന് അദ്ദേഹം കേട്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന്. മത്തായി 16:15-16 നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു ക്രിസ്തുവാണെന്ന് ശിഷ്യനായ പത്രോസ് വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു. അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ മിക്കവരും യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. എന്നാൽ യേശു എന്ന വ്യക്തി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തുവാണെന്ന് ബഹുഭൂരിഭാഗം ഇസ്രായേലിലും വിശ്വസിച്ചിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല. അതിനാലായിരുന്നു അവർ അവനെ ക്രൂശിച്ചു കൊന്നത്. സാക്ഷാൽ ഇസ്രായേലിയർ ഇന്നും ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി നോക്കി പാർക്കുന്നു. യേശു ഇസ്രായേലിൻ്റെ രാജാവ് അഥവാ ക്രിസ്തു ആണെങ്കിലും അല്ലെങ്കിലും ലോകത്തിലുള്ള മറ്റു വിവിധ ജാതിക്കാർക്ക് അല്ലെങ്കിൽ വിവിധ ജാതിയിൽപ്പെട്ട മറ്റ് ലോക മനുഷ്യർക്ക് എന്തു പ്രയോജനം? യേശു ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ആണെങ്കിലോ അല്ലെങ്കിലും മലയാളികൾക്ക് എന്ത് വ്യത്യാസം? എന്ത് പ്രയോജനം? അല്ലെങ്കിലും ആണെങ്കിലും നമുക്കെന്ത് കാര്യം? നമുക്കെന്ത് അതിൽ വ്യത്യാസം? ലോകത്തിൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ടായത് തങ്ങളുമായി ബന്ധമില്ലാത്ത ഇതുപോലുള്ള വചനത്തിൽ വിശ്വസിച്ചിട്ടല്ല. പിന്നെയോ സൈക്കിക്കുകളായ ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്ന വിടുതലിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും കെട്ടിച്ചമച്ച സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. കുറേയേറെ ക്രിസ്ത്യാനികൾ പാരമ്പര്യമായ ക്രിസ്ത്യാനികളായവരുണ്ട്. അവരുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നതിനാൽ അവരും ക്രിസ്ത്യാനികളായവരാണ്. പുതുതായി ക്രിസ്ത്യാനികളാകുന്നവർ ഇതുപോലെയുള്ള അവർക്ക് ബന്ധമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ചിട്ടല്ല, പിന്നെയോ സൈക്കിക്കുകളായ ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്ന വിടുതലിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും കെട്ടിച്ചമച്ച സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സന്ദേശം ഷെയർ ചെയ്യുക. ഇത് ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ദയവ് ചെയ്തത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.